കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരി, എന്നാ ഞാൻ നിന്റെ ചേച്ചിയോട് കുറച്ചു നേരം ഒന്ന് തനിച്ച് സംസാരിക്കട്ടെ. ദേവേട്ടാ, വെറുതെ കൈ അഴുക്കാക്കിയത് എന്തിനാ? സാരമില്ലെന്നേ. ആരെങ്കിലും കണ്ട തെറ്റിദ്ധരിക്കും. ദേവേട്ടൻ പോയെ. അമ്പലത്തിൽ ഒന്നിച്ച് കണ്ടതിന് ശേഷവും മനസ്സൊന്ന് തളർന്നപ്പോൾ നിന്റെ തോളിൽ തലവെച്ച് കിടന്നത് നേരിട്ട് തന്നെ കണ്ടിട്ടും അതിൽ തെറ്റൊന്നുമില്ലെന്ന് കണ്ട് എനിക്ക് തിലകം ചാർത്തിയ എൻ്റെ അച്ഛനേക്കാളും ദൈവത്തെക്കാളും ആരും വലുതല്ല എനിക്ക്. നിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും അത് തെറ്റല്ലെന്നും അവർക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എവിടെയാ ഞാൻ നിർത്തി? വിരഹം. ഈ വിരഹവേദന ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത പിടച്ചിലാ വൈദേഹി. അതുകൊണ്ടേ മനസ്സും ശരീരവും രണ്ടും ഒരിടത്ത് തന്നെ ഉണ്ടാവണം. ഇപ്പൊ എന്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? നാളെ നടക്കാൻ പോകുന്ന ഹോമത്തില് എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീ എന്റെ തൊട്ടടുത്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ഈ ഹോമം നടത്തണം. ദേവേട്ടൻ എന്തായി പറയുന്നേ? നമ്മൾ ഒന്നിച്ച് എങ്ങനെ ഹോമം ചെയ്യുമെന്നാ? അത് ഭാര്യയും ഭർത്താവും കൂടി ചെയ്യേണ്ടതാ. എന്ന് വെച്ച ശ്രേയയും ദേവേട്ടനും കൂടി ചെയ്യേണ്ടത്. കത്തിക്കുത്തേറ്റ് മരിക്കാൻ കിടന്നപ്പോ ശ്രേയയുടെ സ്ഥാനത്ത് നീ മാത്രല്ലേ ഉണ്ടായിരുന്നേ? എന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടതും നേർച്ച നേരേണ്ടതും ഒക്കെ ശ്രേയായിരുന്നു. പക്ഷെ അതെന്തിനാ നീ ചെയ്തേ? എന്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കുന്നത് നീയാ. വിഷമം വരുമ്പോ സ്വാന്തനിപ്പിക്കുന്നതും ഒക്കെ നീയാ. അത് വേറെ ഇത് വേറെ ദേവേട്ടാ. ഭാര്യയും ഭർത്താവുമായിട്ട് ശ്രേയയും ദേവേട്ടന്റെ ഹോമത്തിന് ഇരിക്കണ്ടേ? ഞാൻ രാമനും നീ സീതയാണെന്ന് മാധവന്റെ അടുത്ത് വലിയ ലെക്ചർ അടിക്കുന്ന കേട്ടായിരുന്നല്ലോ. എന്നിട്ട് നിന്റെ രാമന്റെ കൂടെ വേറൊരാളെ പിടിച്ചിരുത്തുന്നത് ഏത് വകുപ്പിലാ? രാമൻ യാഗം ചെയ്യാനിരുന്ന സമയത്തും സീതാദേവി അടുത്തുണ്ടായിരുന്നില്ല. അപ്പൊ സീതാദേവിയുടെ സ്വർണ്ണ വിഗ്രഹം അടുത്തു വെച്ചുകൊണ്ട് രാമൻ യാഗം പൂർത്തിയാക്കിയത്. മറ്റൊരു സ്ത്രീയെ ഭഗവാനും തെരഞ്ഞെടുത്തിരുന്നില്ല. അപ്പൊ നിന്റെ ഭഗവാൻ ഒരു നിയമവും എനിക്ക് വേറൊരു നിയമമാണ്. നിന്റെ രാമനോടൊന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചായിരുന്നു. എന്നിട്ട് നിന്റെ രാമൻ എന്താ ഉത്തരം പറഞ്ഞെന്നറിയോ? സ്വർണ്ണ വിഗ്രഹത്തെക്കാൾ മൂല്യമുള്ള നിന്റെ വൈദേഹി ഉള്ളപ്പോ മറ്റൊരു ശ്രേയെ പിടിച്ചിരുത്തി ഹോമം നടത്തേണ്ട ഗതികേട് നിനക്കില്ല. നീ തന്നെ എന്റെ കൂടെ ഇരിക്കും, നോക്കിക്കോ.
എന്റെ പേര് ശ്രേയ. എന്റെ വീട് കൊച്ചി. എന്റെ പാഷൻ എന്റെ അഭിനയം, എന്റെ ഷൂട്ടിംഗ്. എന്റെ റീൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇടി പൊട്ടി ശ്രേയ ശ്രേയ എന്തു കുന്തറാണ്ടോ അടി ഇത്. അച്ഛമ്മേ, അമ്മേ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ എത്തിയ? ദേവേട്ടൻ അമ്മ എന്ന് കരുതി ഞാൻ പേടിച്ചു പോയി. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. നീ എന്ത് തോന്നിയാ കാണിക്കുന്നേ? ഇപ്പോഴും നിന്റെ ഈ ആട്ടോ പാട്ടോ ഒന്നും നിർത്താറായില്ലേ ഇസ്രേ? ഇത് നിന്റെ ഭർത്താവിന്റെ വീടാണെന്ന വല്ല ചിന്തയും നിനക്കുണ്ടോ? അതിനിപ്പോ ഇവിടെ എന്ത് നടന്നിട്ടാ അമ്മേ? എന്താ നടന്നെന്നോ? ഞങ്ങൾ വരുമ്പോ നീ താഴെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റിയേനെ. ദേവന്റെ അമ്മ ഇനി നിന്നെ കുറിച്ച് പറയാനൊന്നുമില്ല. മതിയാക്ക്. അമ്മായിമ്മമാര് മരുമക്കളെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ? നിന്നെ ഞാൻ പറയാത്തൊന്നും അല്ലല്ലോ അത്. എന്നാലും നിന്നോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടോ? പക്ഷെ അവര് പറഞ്ഞതൊക്കെ സത്യങ്ങളല്ലേ അമ്മേ? അതിനെ കുറിച്ച് അമ്മ എന്താ ചിന്തിക്കാത്തെ? മറ്റൊരു വീട്ടിൽ കയറി വരുന്ന പെണ്ണുങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും ആലോചിക്കാത്ത നീ ഇവിടെ ഇങ്ങനെ വാതിലടിച്ച് ഡാൻസും കളിച്ചിരുന്ന ഒരു അമ്മായി അമ്മയെ സഹിച്ചെന്ന് വരില്ല. ഒരു വീട്ടിലേക്ക് കയറി ചെന്ന എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഇളയ മോളെ പഠിപ്പിച്ചിട്ടില്ലെന്ന് അവര് ചോദിച്ചേ. നാണം കെട്ടുപോയി. സത്യത്തിൽ നിന്റെ ഉദ്ദേശം എന്താ ശ്രേയ? മതി, നിർത്തടി. ആ പെണ്ണുമ്പിള്ളക്ക് വേറെ പണിയൊന്നുമില്ല. എന്റെ മോളോട് അവര് പോര് കാണിക്കുക. അങ്ങനെയുള്ളതൊന്നും കേട്ട ഭാവം നമ്മൾ കാണിക്കരുത്. നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ സന്തോഷമല്ലേ നോക്കേണ്ടത്. അമ്മ എന്ത് വിവരക്കേടായി പറയുന്നത്? ഇവരുടെ തോന്നിയാസത്തിനൊക്കെ അമ്മ കൂട്ടി നിൽക്കണോണ്ടാ ഇവൾ ഇത്ര വഷളായത്. പുന്നാരിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുക. നീ ഒന്ന് വായടക്കടാ. ആ, അപ്പൊ നിനക്ക് ഞാനാണോ കുറ്റക്കാരി? അതിനെന്താ സംശയം? ഇവിടെ ആരും വൈദേഹിയെ കുറിച്ച് തെറ്റ് പറയുന്നില്ലല്ലോ. ഇളയവളോട് മൂത്തവളെ കണ്ട് പഠിക്കാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയില്ല. എല്ലാവരും അങ്ങനെ ഒരു കുട്ടിയെ മരുമകളായിട്ട് ആഗ്രഹിക്കുക. അവള് സോപ്പിട്ട് നിൽക്കാൻ മിടിക്കുകയാണേ. അതുപോലെ ആരെ സുഖിപ്പിക്കാനൊന്നും എന്റെ ശ്രേയമോൾക്കറിയില്ല. ആ അതിവനെയും അവളുടെ വക്രബുദ്ധിയ മനഃപൂർവ്വം എന്റെ ശ്രേയമോളെ കുറ്റം പറയിപ്പിക്കാൻ. മതി, നിർത്തമ്മേ. രണ്ട് മക്കളിൽ ഒരാള് പഠിക്കാനൊന്ന് പുറകോട്ടായ പഠിക്കുന്ന കുട്ടിയാണ് നമ്മൾ ഉദാഹരണമായിട്ട് കാണിക്കുക. പഠിക്കാതെ നടക്കുന്ന കുട്ടി മറ്റേ കുട്ടിയെ കണ്ട് പഠിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റാളുടെ പഠിത്തം നിർത്തുകയല്ല. ശ്രേയമോളെ, നീ ഇവിടെ ചെയ്യുന്ന ഓരോ തെറ്റിനും നിന്നെ എല്ലാവരും കുറ്റം പറയുക. എന്റെ വളർത്തു ദോഷാന്ന് പറയൂ. നിന്റെ വീട്ടില് നിന്റെ അമ്മായിയമ്മയും ഭർത്താവിനെയും അനുസരിച്ച് ജീവിക്കുന്നത് തെറ്റാണോ? പെൺകുട്ടികൾ അങ്ങനെ വേണം, അതാണ് ശരി. അടുത്ത വട്ടം ഞങ്ങൾ വരുമ്പോ നിന്റെ അമ്മായിയമ്മയെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. സൂക്ഷിച്ചു. ഇനിയെങ്കിലും വൈദേഹിയെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അവൾ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. എന്റെ കുഞ്ഞിന്റെ കാലെ ചുറ്റിയ പാമ്പാടാ അവള്. അവളെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കണം. എന്നാലേ എന്റെ മോൾക്ക് അല്പം സമാധാനം കിട്ടൂ. ദേ വന്നല്ലോ ശീലാവതി. കേറി വാടി. എന്റെ മോളുടെ ജീവിതത്തിൽ മണ്ണിട്ടോണ്ടിരിക്കുന്ന മൂദേവി. അല്ല, എന്താടി നിന്റെ ഉദ്ദേശം? എന്തു ചെയ്യാനാ നിന്റെ ഭാവം? എന്താ അച്ഛമ്മേ കാര്യം? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛമ്മ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലെന്നാ? അഭിനയിക്കല്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇവിടെ എന്ത് കാര്യം? പറയടി. അച്ഛനെന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാനാണല്ലോ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അയാള് കണ്ടെത്തുന്ന അണ്ടനെ അടകോടനെ ആരാണെന്ന് വെച്ചാ കെട്ടി ഒഴിയാതെ വരുന്നവനെ എല്ലാം വേണ്ട വേണ്ടാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എന്തിനാ? എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? അവസരത്തിനൊത്ത് എന്നെ കൊണ്ട് പലതും നിർബന്ധിച്ച് ചെയ്യിച്ചിട്ട് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ദേവേട്ടൻ എന്റെ കഴുത്തിൽ താലി കിട്ടിയതോടെ എന്റെ കല്യാണം കഴിഞ്ഞു. കാണുന്നവരെല്ലാം താലി കെട്ടാൻ ഞാൻ അത്തരത്തിൽ ജീവിക്കുന്നവളല്ല. ആഹാ, എന്റെ പൊന്നു ഭഗവാനെ.
എടീ സുലേഖേ, കേട്ടോടി ഇതൊക്കെ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? കല്യാണം കഴിഞ്ഞു അത്രേ. എന്നുവെച്ചാ നിന്റെ മരുമോൻ അവളുടെയും കൂടി ഭർത്താവാണത്രേ. ഇവൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് അന്ന് തന്നെ തോന്നിയതാ. ഇന്നല്ലെങ്കിൽ നാളെ ഇവൾ എന്റെ ശ്രേയമോളുടെ ജീവിതത്തിൽ ഇടങ്കോലിടൂന്ന് തോന്നിയതാ. അതുകൊണ്ട് ആ താലി അഴിച്ചു മാറ്റാൻ ഞാൻ പറഞ്ഞത്. അന്ന് നിങ്ങൾക്കൊക്കെ വലിയ സഹതാപമായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ കണ്ടല്ലോ, ഈ അനാഥപ്പുഴുവിന്റെ സംസാരം വരെ മാറിയില്ലേ? ഇവളുടെ കഴുത്തേൽ ഈ താലി കിടക്കുന്നിടത്തോളം കാലം ഇവൾ ഇങ്ങനെ പലതും പറയും. അഴിക്കടി, ആ താലി അഴിച്ചു മാറ്റടി. എന്താ അമ്മ ഇത്? വേണ്ട, ഇനി ഇവളോട് സഹതാപം കാണിക്കണ്ട. നിന്റെ മോളുടെ ജീവിതം അടിച്ചു മാറ്റാനുള്ള ശ്രമം ആ മൂദേവിക്ക്. നീ അവിടെ ഒന്ന് അടങ്ങി നിൽക്ക്. സത്യത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അച്ചമ്മയ്ക്ക് എന്നിവിടെ ഞെളിഞ്ഞു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ള. നീയൊക്കെ കാരണമാ ഇവളിങ്ങനെ ആയത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. നീ ഇങ്ങനെ കിടന്ന് വിളയുന്നതെല്ലാം ഈ താലിയുള്ളത് കൊണ്ടല്ലേ? അതങ്ങ് ഊരി മാറ്റിയാലേ പിന്നെ നിന്റെ ഈ വിളച്ചിട്ട് നടക്കില്ല. ഊരടി അത്. അപ്പൊ നീ അത്രക്കായി അല്ലേ അനാഥപ്പുഴു? വേണ്ടമ്മേ, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അച്ചമ്മേ, ചേച്ചിയെ വിട്. വേണ്ട അച്ഛമ്മ, വൈദ്യേച്ചെ വിട്ടേക്ക്. എന്താടി ശ്രേയ, നീ ഇപ്പൊ അവളുടെ കൂടെ കൂടിയോ? നിനക്ക് വേണ്ടിയാ ഞാൻ ഈ പെടാപ്പാട് പെടുന്നേ. ഏതു നേരം നിന്റെ കൂടെ നിന്ന് നിന്റെ ഭർത്താവ് കിട്ടിയ താലി ഞാത്തിക്കൊണ്ട് ശീലാവതി ചമയാൻ നോക്കുന്നവള്. ഇത്രയും ധൈര്യം ഇവൾക്കുണ്ടാവണമെങ്കിലേ ഇവളുടെ ഉദ്ദേശം വേറെയാണെന്ന് നിനക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? അപ്പൊ അത്രയ്ക്കായല്ലേ? അത് നീ ഊരുന്നില്ലെങ്കിൽ ഞാൻ വലിച്ചു മറിക്കും. അയ്യോ അച്ഛമ്മ, കയ്യെന്ന് വിട്. ഇനി ഒരിക്കൽ കൂടി അച്ഛമ്മ എന്റെ താലിയെ തൊട്ട് കളിക്കാൻ ശ്രമിച്ച സ്ഥാനം പ്രായമൊന്നും ഞാൻ നോക്കില്ല. ഞാനൊന്ന് ഒച്ചത്തിൽ പേര് വിളിക്കുമ്പോ പേടിച്ചരണ്ട് പൂച്ചയെ പോലെ കാൽക്കൽ കിടന്നവൾക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? ആരുടെ സപ്പോർട്ട് കണ്ടിട്ടാടി നീ ഈ കിടന്ന് ചാടുന്നേ? കൊട്ടാരം വീട്ടിൽ കേറിയതും കൊമ്പ് മുളച്ചോ നിനക്ക്? അതെ അച്ഛമ്മേ, കൊമ്പ് മുളച്ചു. കണ്ടില്ലായിരുന്നോ 2 വർഷത്തായിട്ട് വളർന്നു നിൽക്കുന്നത്? കാണാൻ പറ്റുന്നില്ല അച്ഛമ്മയ്ക്ക്? കൊമ്പ് മാത്രമല്ല മുളച്ചത്, അതിനോടൊപ്പം മനസ്സിലെ ധൈര്യം കൂടി കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാന്നറിയോ? ഞാനിന്ന് ഈ കൊട്ടാരം വീട്ടിലെ
ദേവേട്ടനും കൂടി ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. പിടിച്ചടുത്ത് നിർത്തിക്കൊണ്ട് കൂടുതൽ ധൈര്യത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാം. മോളെ വൈദേഹി, എന്താ മോളെ ഇങ്ങനെ? പിന്നെ ഞാൻ എന്താ അമ്മേ പറയേണ്ടത്? എന്റെ മനസ്സിലില്ലാത്ത ചിന്തകളൊക്കെ കുത്തി നിറയ്ക്കല്ലേ അച്ഛമ്മ? എന്തിനാ ഇങ്ങനെയൊക്കെ കടന്ന് ചിന്തിക്കുന്നത്? എന്നിട്ട് അതിനൊക്കെ ഞാനാണോ ഉത്തരവാദി? അമ്മ പേടിക്കണ്ട. അമ്മ കരുതും പോലെ ഒന്നും നടക്കില്ല. ഞാനായിട്ട് ഒന്നും പുറത്തു പറയില്ല. ഇനി ഞാൻ കാരണം ശ്രേയയുടെ ജീവിതം നശിക്കുമെന്ന് അമ്മ ഒരു തരത്തിലും പേടിക്കണ്ട. അമ്മയ്ക്ക് ഞാൻ തന്ന വാക്ക് എനിക്കറിയാം. എന്റെ ദേവേട്ടൻ ശ്രേയയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും. അതിന് തന്നെ ഞാൻ ശ്രമിക്കുന്നത്. തോന്നി ഒടുവിൽ ഇങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റ് ഉണ്ടാവുന്നു. ചേച്ചിക്ക് ജീവിക്കാൻ അറിയില്ല. ചേച്ചി ഒന്ന് ജീവിച്ചു കാണാൻ ഞാൻ കൊതിക്കുന്നേ. അതിനാദ്യം ചേച്ചിക്ക് താല്പര്യം ഉണ്ടാവണ്ടേ? പിന്നെന്താടി ആ താലി കഴിക്കാൻ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? വിട്ടുകളയമ്മേ, പിന്നെ എന്തിനാ അതിനെ കുറിച്ച് വഴക്കിടുന്നേ? ഇത് നമ്മുടെ വീടല്ലെന്ന് ഓർക്കണം. ആരെങ്കിലും കേട്ടു വന്നാലോ? പിന്നെ അതിന് നമ്മൾ എന്ത് ഉത്തരം പറയൂ അമ്മേ? ഇപ്പൊ ആർക്കും സംശയം തോന്നിയിട്ടില്ലെന്നാണോ? ഇതിങ്ങനെ തന്നെ വിട്ടുകളഞ്ഞാലേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കും. ഉത്തരം പറയടി. ശ്രേയയുടെ ജീവിതത്തെക്കുറിച്ച് അത്രയ്ക്ക് ചിന്തയുണ്ടെങ്കിൽ ദേവൻ കിട്ടിയ താലി എന്തിനാ അവിടെ കഴുത്തില്? അതഴിച്ചു മാറ്റാൻ പറ. അതൊരിക്കലും നടക്കില്ല. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഈ ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യില്ല. അത് അച്ഛമ്മയായാലും അമ്മയായാലും മാറ്റം ഉണ്ടാവില്ല.